ഹലോ ഓൾ വെൽക്കം. നിങ്ങൾക്കറിയാലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡയറക്ഷനെ കുറിച്ചാണ് പഠിച്ചത്. എന്തൊക്കെയാണ് ഡയറക്ഷൻസ്, മെയിൻ ആയ ഡയറക്ഷൻസ് ഏതൊക്കെ, സബ് ഡയറക്ഷൻസ് ഏതൊക്കെ, എത്രയാണ് അവർ ആംഗിൾസ് ഫോം ചെയ്തത്, എത്രയൊക്കെ ഡിസ്റ്റൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റൈറ്റിലേക്ക് തിരിഞ്ഞാൽ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ എന്തൊക്കെയാണ്, അതുപോലെ സൺറൈസ്, സൺസെറ്റ്, ഷാഡോസ്, അങ്ങനെ കുറച്ച് ബേസിക് ആയ കാര്യങ്ങൾ പഠിച്ചു. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ബാങ്ക് എക്സാമിനുള്ള ക്വസ്റ്റ്യൻസിന് SSC അതുപോലെ റെയിൽവേ എക്സാംസിനെ അപേക്ഷിച്ച് ഒരു പൊടിക്ക് കട്ടിയുള്ളതാണ്, അല്ലെ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നമ്മൾ കണ്ടുവരുന്നത്. അപ്പം നമ്മൾ സാധാ ഒരു ബേസിക് രീതിയിൽ ബേസ് മാത്രം പഠിച്ചു പോയാലും നമുക്ക് ആ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം. അതിനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നത്. നമ്മൾ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞെങ്കിലും കുറച്ചുകൂടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യിക്കുകയാണ്. ബാങ്ക് ഓറിയന്റഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് തൊട്ട് കാണാൻ പോകുന്നത്. നമ്മൾ എല്ലാ ടോപ്പിക്കിലും ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഫസ്റ്റ് ആ ടോപ്പിക് ഒന്ന് എടുക്കുന്നു, പിന്നെ ബാങ്ക് ഓറിയന്റഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ നമ്മളൊരു 3-4 ടൈപ്പായിട്ട് ഈ ക്വസ്റ്റ്യൻസിനെ തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഒരു 4 ടൈപ്പായിട്ട്, ഇന്നൊരു 4 ടൈപ്പ് പഠിക്കും. ആ ടൈപ്പിനെ വെച്ച് മാത്രം കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അത് നമ്മൾ ചെയ്യാൻ പഠിക്കും. അതിനുശേഷം അടുത്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ കുറച്ച് 2-3 ടൈപ്പ് കൂടെ പഠിക്കണം. ടോട്ടൽ ഒരു 7 ടൈപ്സ് ക്വസ്റ്റ്യൻസ്. അത് അത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ബാങ്ക് എക്സാമിന് എന്താണോ ക്വസ്റ്റ്യൻ വരുന്നത്, ഒരു IBPS PO അല്ലെ IBPS ക്ലർക്ക്, SBI, അങ്ങനെ ഏതിനും എന്താണോ ക്വസ്റ്റ്യൻ വരുന്നത് അതിൻ്റെ ഈസി, മോഡറേറ്റ്, അതുപോലെ തന്നെ ഹാർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പഠിക്കും. ഈ ടൈപ്പ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ചോദിക്കുന്നത്. നമുക്ക് ഒറ്റ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറില്ല, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. അതിന് നമുക്ക് ആദ്യമേ ഓരോ ടൈപ്പുകളും എന്താണ്, ഓരോ ടൈപ്പുകളും എങ്ങനെ ചെയ്യണം എന്നറിയണം, എന്നിട്ടല്ലേ അത് കമ്പൈൻ ചെയ്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഓരോ ടൈപ്പുകളിലേക്ക് കടക്കാം. അത് നമുക്ക് ഓരോ ദിവസം ഓരോന്ന് പഠിച്ച് പോകാം. എങ്ങനെയാണ് ഒരു ടൈപ്പ് വന്നാൽ എങ്ങനെ ചെയ്യണം, അതിൽ നിന്ന് അടുത്ത കോമ്പിനേഷൻ വരുമ്പോൾ എങ്ങനെ ചെയ്യണം, നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, നമുക്കപ്പം നോക്കാം. നമ്മൾ ആദ്യമേ പഠിക്കാൻ പോകുന്നത് റെഫറൽ പോയിന്റ്സ് വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. റെഫറൽ പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്, അതാണ് നമുക്ക് ആദ്യമേ അറിയാം. റെഫറൽ പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലേ, ആൾക്കാർ, ടീച്ചറാണെങ്കിലും വീട്ടുകാരാണെങ്കിലും എല്ലാവരും കമ്പയർ ചെയ്യും. നീ പഠിക്കാൻ അവളിൽ അത്രയും പോരാ, അല്ലെ നീ അവളെ കഴിഞ്ഞ് മികച്ചതാണ്. അങ്ങനെ നമ്മൾ ഒരാളെ കമ്പയർ ചെയ്ത് പറയും. ഒരാളെ കമ്പയർ ചെയ്ത് ഒരാളെ നമ്മൾ റെഫറൻസിന് നിർത്തിയിട്ട് അയാളെ വെച്ചിട്ട് ആസ്പദമാക്കി നമ്മളോട് പറയും. ഇത് തന്നെയാണ് റെഫറൽ പോയിന്റ്സ് ഡയറക്ഷന്റെ കേസിൽ. ഒരു പോയിന്റിനെ ആസ്പദമാക്കി അതിനോടുള്ള ബന്ധം, സെക്കൻഡ് പോയിന്റ് അതിനോടുള്ള ബന്ധം നമ്മളോട് പറയും. അത് വെച്ച് നമ്മളൊരു ഫിഗർ വരയ്ക്കണം. ആ ഫിഗർ വെച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. നിങ്ങൾക്കറിയില്ല, ബാങ്ക് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഒരു ക്വസ്റ്റ്യൻ ലെവലിൽ തന്നാൽ, ഡയറക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതുപോലത്തെ ആയിരിക്കത്തില്ല, ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ ചെയ്ത് തീർന്നാൽ നമുക്ക് അതിന് സബ് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കും. ഒരു 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് ബാങ്ക് എക്സാം വരുന്നത്. അല്ലാതെ സിംഗിൾ ക്വസ്റ്റ്യൻ സിംഗിൾ ആൻസർ അങ്ങനെയല്ല പോകുന്നത്. പക്ഷെ നമ്മളിപ്പോൾ പഠിക്കുന്നത് സിംഗിൾ ആയിട്ട് പഠിക്കും. പിന്നീട് അതിൻ്റെ എക്സ്പ്ലൈൻഡ് അല്ലെങ്കിൽ കമ്പൈൻഡ് വിഷൻ നമ്മൾ കാണും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം ക്വസ്റ്റ്യൻ ഫുൾ ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം, എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. പോയിന്റ് B ഈസ് നോർത്ത് ഓഫ് A, then point B ഈസ് വെസ്റ്റ് ഓഫ് C, point C ഈസ് നോർത്ത് ഓഫ് point D, and the distance between all the point is 5 meter. ഇത്രയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. 4 സെന്റൻസേ പറഞ്ഞിട്ടുള്ളൂ. 4 പോയിന്റ്സിന്റെ കാര്യം, ഒരു ഡിസ്റ്റൻസിന്റെ കാര്യം. ഓക്കെ, പോയിന്റ് A ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു C. എയെ ആസ്പദമാക്കി C എവിടെ ഇരിക്കുന്നു എന്നതുള്ളതാണ് ചോദ്യം. നമുക്ക് ചെയ്ത് നോക്കാം. പോയിന്റ് ബിയുടെ കാര്യമാണ്. പോയിന്റ് B ഈസ് നോർത്ത് ഓഫ് A. പോയിന്റ് B എന്ന് പറയുന്നത് എയുടെ എവിടെയാണ്, നോർത്തിലാണ്. ഒരു വര വരച്ചാൽ പോയിന്റ് B ഈസ് നോർത്ത് ഓഫ് A. ഈ ഡിസ്റ്റൻസ് എത്രയാണ്, 5 മീറ്റർ ആണ്. കാരണം എന്താണ്, ഇത് കണ്ടോ, ഇതിൻ്റെ അത് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓൾ ദ പോയിന്റ്സ് 5 മീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ A to B 5 മീറ്റർ ആണ്. B ഈസ് നോർത്ത് ഓഫ് A. പോയിന്റ് B ഈസ് വെസ്റ്റ് ഓഫ് C. പോയിന്റ് B എന്ന് പറയുന്നത് സിയുടെ വെസ്റ്റിലാണ് എന്ന് കിടക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ അതേ അർത്ഥം എന്ന് വെച്ചാൽ C എന്ന് പറയുന്നത് ബിയുടെ ഈ സൈഡിലാണ്. ഓക്കെ, അപ്പം നമുക്ക് വരയ്ക്കാം. അങ്ങനെ പോകുമ്പോൾ CA വരച്ചു. സിയുടെ 5 മീറ്റർ ആണ്, അതും ഗ്യാപ്പ്. സിയുടെ വെസ്റ്റ് സൈഡിലാണ് B. കറക്റ്റ് ആയില്ലേ, ഫിഗർ കറക്റ്റ് ആയില്ലേ. പിന്നെന്താണ് പറഞ്ഞത്, പോയിന്റ് C ഈസ് നോർത്ത് ഓഫ് പോയിന്റ് D. പോയിന്റ് C എന്ന് പറയുന്നത് എവിടെയാണ്, ഡിയുടെ നോർത്തിലാണ്. പോയിന്റ് C എന്ന് പറയുന്നത് ഡിയുടെ നോർത്തിലാണ്. എത്ര മീറ്റർ, അതും 5.
ആ ഡിസ്റ്റൻസ് എല്ലാം 5 മീറ്റർ ആണ്. ഇനി എന്താണ് ചോദിച്ചത്? പോയിന്റ് എ ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു സി. സി എ അപേക്ഷിച്ച് എ ഏത് ഡയറക്ഷനാണ്? സി എ അപേക്ഷിച്ച് എ എവിടാണ്? ഇത് കണ്ടോ, സൗത്തിലേക്ക് പോകുന്നു. നേരെ സൗത്തിലേക്കാണോ പോകുന്നത്? അല്ല, സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ. സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ. സി എ അപേക്ഷിച്ച് എ എവിടാണ്? സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ. മനസ്സിലായോ? സി എയുടെ റെഫറൻസ് വെച്ച് പറയുന്നു. അപ്പൊ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം, ബി എ അപേക്ഷിച്ച് എ എവിടാണ്? സൗത്ത് ഡയറക്ഷൻ. ബി എ അപേക്ഷിച്ച് ഡി എവിടാണ്? അങ്ങനെ ഒന്ന് നോക്കിക്കേ, ഫിഗർ നോക്കിയേ. ബി എ അപേക്ഷിച്ച് ഡി എവിടാണ്? ബി എ അപേക്ഷിച്ച് ഡി ആണെങ്കിൽ അത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. മനസ്സിലായല്ലോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് നമുക്ക് പോകാം. അടുത്ത ടൈപ്പ് എന്ന് വെച്ചാൽ മൂവിങ് പോയിന്റ്സ് ആണ് പറയുന്നത്. മൂവിങ് പോയിന്റ്സ്. ഇപ്പൊ എന്താണ് നമ്മൾ പറയുന്നത്? കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് റെഫറൻസ് വെച്ച് പറയുന്നത്. എ അപേക്ഷിച്ച് ബി അവിടെ, ബി അപേക്ഷിച്ച് സി ഇവിടെ, സി അപേക്ഷിച്ച് ഡി ഇവിടെ. ഇനി അടുത്ത പറഞ്ഞാൽ നമ്മൾ മൂവ് ചെയ്യുവാണ് എന്ന് വെച്ചാൽ നമ്മളൊരു ഡയറക്ഷനിലേക്ക് സഞ്ചരിക്കുകയാണ്. ഓരോ പോയിന്റ്സിനനുസരിച്ച് സഞ്ചരിച്ച് പോവുകയാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലായാൽ നമുക്ക് ആ ടോപ്പിക്ക് മനസ്സിലാവും. നമുക്ക് നോക്കാം. എ വാക്സ് 10 meters ഈസ്റ്റ് ഫ്രം പോയിന്റ് എക്സ്. പോയിന്റ് എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടുന്ന് എത്ര മീറ്റർ എ വാക്ക് ചെയ്യും? 10 meter എ ഡയറക്ഷനിലേക്ക് വാക്ക് ചെയ്യും. ഓക്കെ, ഈസ്റ്റ് വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് വരട്ടെ. അപ്പോൾ നമുക്ക് ഇവിടെ തുടങ്ങാം. എക്സ് എന്ന് പറയുന്നൊരു പോയിന്റ് ഈസ്റ്റിലേക്ക് 10 meter വാക്ക് ചെയ്യുന്നു. എ വാക്ക് ചെയ്യുന്നു. എത്ര മീറ്റർ വാക്ക് ചെയ്യുന്നു? 10 meter വാക്ക് ചെയ്യുന്നു. ഓക്കെ, അവിടെ ഒരു പോയിന്റ് പേര് പറയുന്നില്ല. ദെൻ 70 meter സൗത്ത് പോകുന്നു. 10 meter പോയിട്ട് 17 meter സൗത്തിലേക്ക് പോകുന്നു. ദെൻ 50 meters ടുവേർഡ്സ് വെസ്റ്റ്. അവിടുന്ന് എന്ത് പോകുന്നു? 15 meter വെസ്റ്റിലേക്ക് പോകുന്നു. 15 meter ഇത്രയും പോയപ്പോൾ എത്രയായി? 10 ആയി. ഇവിടം വരെ പോയപ്പോൾ 10 ആയി. പിന്നെ ഒരു 5 കൂടെ പോകുന്നു. ടോട്ടൽ എത്ര? 15 meters പോകുന്നു. 15 meters പോകുന്നു. ഇവിടെ ഒരു 10, ഇവിടെ ഒരു 5. ഈ 10 വന്ന് എങ്ങനെ? ഇതിന്റെ നേരെ പാരലൽ ഡൗൺ അല്ലേ? ഇപ്പൊ 10 വന്നു. ഓക്കെ, അത് കഴിഞ്ഞ് എന്താണ്? ദെൻ 3 meters നോർത്ത്. എന്നിട്ട് എന്ത് പറയുന്നു? ഒരു 3 meter നോർത്തിലേക്കും സഞ്ചരിച്ചു. 3 meters നോർത്ത് പോയി. ദെൻ ഫൈനലി ഷീ ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 5 meter. അത് കഴിഞ്ഞിട്ട് എന്താ? റൈറ്റിലേക്ക് തിരിഞ്ഞു. നോർത്തിലേക്ക് തിരിയുന്ന ഒരാളുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയുന്നു. 90 degree ക്ലോക്ക് വൈസ്. അപ്പൊ എങ്ങോട്ട് ഫേസ് ചെയ്യും? ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യും. ഈസ്റ്റിലേക്ക് എത്ര പോയി? ഇവിടുന്ന് ഈസ്റ്റിലേക്ക് 5 meters കൂടെ വാക്ക് ചെയ്യുന്നു. 5 meters വാക്ക് ചെയ്യുന്നു. 5 meter. ഇതും പാരലാണ്. അപ്പോൾ 5 meter എങ്ങനെ വന്നു? ഈ ലൈനിൽ വന്നു. ഓക്കെ, ഇനി എന്താണ് ചോദിച്ചത്? നൗ വേർ ഈസ് ഇൻ ദ ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം പോയിന്റ്. പോയിന്റ് എക്സിൽ നിന്ന് ഏത് ഡയറക്ഷനിൽ എത്ര ഡിസ്റ്റൻസിലാണ് ഫൈനൽ പോയിന്റ് എന്നാണ് ചോദിക്കുന്നത്. ഈ ഫൈനൽ പോയിന്റ് നമുക്കൊരു പേരിടാം, എഫ് എന്നിടാം. ഓക്കെ, എഫ് എന്നിടാം. എക്സിൽ നിന്ന് ഏത് ഡയറക്ഷനിലാണ് എഫ്? നമുക്ക് നോക്കുമ്പോഴേ അറിയാം. പാരൽ 10 പോയോണ്ട് നേരെ സൗത്തിലാണ് എഫ് അല്ലേ? സൗത്തിലാണ്. ഇനി എത്ര ഡിസ്റ്റൻസ്? ഇവിടെ ഒരു 70 meter കണ്ടോ? ഇവിടെ ഒരു 70 meter കണ്ടോ? ഈ 70 meter കണ്ടോ? അതിൽ നിന്ന് ഇവിടെ എത്ര മീറ്റർ മേളിലേക്ക് തിരിച്ചു വന്നു? 3 meter പോയി. അപ്പൊ 17 minus 3 14 meter. ഉത്തരം എത്രയാണ്? 14 meter സൗത്തിലാണ്. 40 meter സൗത്തിലാണ് ആര്? ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത്. എക്സിനെ അപേക്ഷിച്ച് എക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ 40 meter സൗത്തിൽ തുടങ്ങിയെടുത്തുന്ന 14 meter സൗത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ? മൂവിങ് പോയിന്റ് ഓക്കെ ആണല്ലോ? ഇത് വിത്ത് റെസ്പെക്റ്റീവ് പോയിന്റ്സ് പറയുന്നു. അടുത്തത് ഇന്റർ കാർഡിയൽ ഡയറക്ഷൻസ് എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ്? സബ് ഡയറക്ഷൻസ്. കാർഡിയൽ ഡയറക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഡയറക്ഷൻ എന്ന് പറയുന്ന സാധനം തന്നെ. ഇന്റർ കാർഡിയൽ എന്ന് പറഞ്ഞാൽ സബ് ഡയറക്ഷനെ ആസ്പദമാക്കിയാണ് നമ്മൾ പറയുന്നത്. എ വാക്സ് 8 meters ടുവേർഡ്സ് ദ നോർത്ത്, then 6 meters ടുവേർഡ്സ് വെസ്റ്റ്, then 7 meters ടുവേർഡ്സ് സൗത്ത് ആൻഡ് ഫൈനലി 2 meters ടുവേർഡ്സ് നോർത്ത് ഈസ്റ്റ്. ഇങ്ങനെയാണ് പോകുന്നത്. ഒരു എ എന്ന് പറയുന്ന ഒരാൾ നീങ്ങുന്ന കാര്യമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മൂവ്മെന്റ് ആണല്ലോ. സെക്കൻഡ് ടൈപ്പ് എന്ന് വെച്ചാൽ മൂവ്മെന്റ് ആണ്. മൂവ്മെന്റിൽ ഇന്റർ കാർഡിയൽ എന്ന് വെച്ചാൽ സബ് ഡയറക്ഷൻ ഇവിടെ കയറി വരുന്നു. അത്രേ ഉള്ളൂ. നോക്കാം. എ വാക്സ് 8 meters ടുവേർഡ്സ് നോർത്ത്. ഇവിടുന്ന് പോവാന്ന് വെച്ചോ. ഓപ്പണിംഗ് പോയിന്റ് O എന്ന് ഇടുന്നു. നമ്മൾ 8 meter എങ്ങോട്ട് പോയി? നോർത്തിലേക്ക് പോയി. 8 meter നോർത്തിലേക്ക് പോയി. ദെൻ 6 meters ടുവേർഡ്സ് വെസ്റ്റ്. എങ്ങോട്ട് തിരിഞ്ഞു? 6 meter വെസ്റ്റിലേക്ക് പോയി. ഓക്കെ, ദെൻ 7 meters ടുവേർഡ്സ് സൗത്ത്. സൗത്തിലേക്ക് എത്ര വന്നു?
7 മീറ്റർ സൗത്തിലേക്ക് സഞ്ചരിച്ചു. ഇത് 8 മീറ്റർ ആണ്. സോ അതിന്റെ താഴേക്ക് വരക്കൽ എപ്പോഴും അതിന്റെ ഓയുടെ മേളിലേ നിൽക്കാവുള്ളൂ. 7 മീറ്റർ ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത്? ദെൻ 2 മീറ്റർ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർത്തിലേക്ക്, സ്ട്രൈറ്റ് നോർത്ത് ആണോ? അല്ല, ഈസ്റ്റിലേക്കും അല്ല, ഇങ്ങനെ പോകും അല്ലേ? ഒരു 45 ഡിഗ്രി ആംഗിളിൽ പോകും. ഒരു 45 ഡിഗ്രി ആംഗിളിൽ, ഇവിടുന്ന് ഒരു 45 ഡിഗ്രി ആംഗിളിൽ 2 മീറ്റർ പോകുന്നു. ഇൻ വിച്ച് ഡയറക്ഷൻ ഹീ ഫ്രം ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റിനെ അപേക്ഷിച്ച് പുള്ളി ഇപ്പോൾ ഏത് ഡയറക്ഷനാണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതായിരുന്നു? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓ അല്ലായിരുന്നോ? ഇവിടെ അല്ലായിരുന്നോ ഓപ്പണിംഗ് പോയിന്റ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ. അതിനെ അപേക്ഷിച്ച് ഏത് ഡയറക്ഷനാണ്? നമ്മൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഏത് ഡയറക്ഷനാണ്? നോർത്ത് വെസ്റ്റ് അല്ലേ? നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ അല്ലേ? നോർത്ത് വെസ്റ്റ്. നേരെ നോർത്തിലാണോ? അല്ല. മുകളിലല്ല. വെസ്റ്റ് സൈഡിലാണോ? അല്ല. കാരണം എന്താ? 8 മീറ്റർ ഒരിടത്ത് 7 മീറ്റർ. അപ്പൊ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. ഓക്കെ അല്ലേ? നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. ഓക്കെ ആണല്ലോ. ഈ ടൈപ്പുകളെല്ലാം ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം, എന്നാലേ നമുക്ക് മെയിൻ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാൻ പറ്റൂ. മെയിൻ ക്വസ്റ്റ്യനിലേക്ക് അടുത്ത ദിവസം കടക്കുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി റെഫറൽ പോയിന്റ്സിനെ വെച്ചിട്ട്, റെഫറൽ പോയിന്റ്സിനെ അപേക്ഷിച്ച് മൂവ്മെന്റ് നമുക്ക് നോക്കാം ഇങ്ങനെ പോകുന്നു. എ പേഴ്സൺ സ്റ്റാർട്ട്സ് അറ്റ് എ പോയിന്റ് എ. എ എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. നമുക്കൊരു എ എന്ന് പറയുന്നൊരു പോയിന്റ് ഇവിടെ ഇടാം. എ വാക്സ് 5 മീറ്റേഴ്സ് ടുവേർഡ്സ് നോർത്ത് റീച്ചിങ് പോയിന്റ് ബി. ഓക്കെ, എ എന്ന് പറയുന്ന ഒരിടത്ത് നിന്ന് ഒരാൾ നടന്ന് എത്ര മീറ്റർ പോയി? 5 മീറ്റർ പോയി. എങ്ങോട്ട്? ബിയിലേക്ക് പോയി. ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്തി. 5 മീറ്റർ. ദെൻ ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 8 മീറ്റർ ടു റീച്ച് സി. നോർത്തിലേക്ക് പോകുന്ന രണ്ട് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ ഈസ്റ്റ് ഡയറക്ഷൻ ഫേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈസ്റ്റിലേക്ക് പോകുന്നു. എത്ര മീറ്റർ പോയി? ഈസ്റ്റിലേക്ക് എത്ര മീറ്റർ പോയി? 8 മീറ്റർ ടു റീച്ച് പോയിന്റ് സി. ദെൻ ദ പേഴ്സൺ ടേൺ സൗത്ത്. റൈറ്റിലോട്ട് പോയിക്കൊണ്ടിരുന്ന, ഈസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാൾ നേരെ സൗത്തിലേക്ക് ടേൺ ചെയ്തു. ആൻഡ് വാക്സ് 7 മീറ്റേഴ്സ്. എത്ര മീറ്റർ വാക്ക് ചെയ്തു? 7 മീറ്റർ വാക്ക് ചെയ്തു. ഇവിടം വരെ 5 മീറ്റേഴ്സ്, ഏകദേശം ഇവിടം വരെ 5 മീറ്റേഴ്സ്. ഇവിടെ 2 മീറ്റർ കൂടെ, മൊത്തമുള്ള 7 മീറ്റേഴ്സ് വാക്ക് ചെയ്തു. 5 2 വാക്ക് ചെയ്തു. 7 ടു റീച്ച് എയുടെ പോയിന്റ് ഡി. എ ബി സി ഡി ഐ. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ പേഴ്സൺ ഫ്രം പോയിന്റ് എ നൗ. പോയിന്റ് എയോട് അപേക്ഷിച്ച് ഇപ്പൊ നിൽക്കുന്ന പോയിന്റ് ഏതാണ്? ഡി. ആ ഡി ഏത് ഡയറക്ഷനിലാണ്? എ അപേക്ഷിച്ച് എ ഡയറക്ഷനിലാണെന്നാണ് ചോദിക്കുന്നത്. എ അപേക്ഷിച്ച് എ ഡയറക്ഷനിലാണ് ഡി ഇപ്പോൾ നിൽക്കുന്നത്. എ അപേക്ഷിച്ച് സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ, സോറി സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. എ അപേക്ഷിച്ച് ഡി എവിടാണ്? സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. ഓക്കെ അല്ലേ? സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ഡി. ഞാൻ ചോദിക്കട്ടെ, സി എ അപേക്ഷിച്ച് സി എ ഡയറക്ഷനിലാണ്. സി എന്ന് പറയുന്ന പോയിന്റ് എവിടെ? സി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ. എ അപേക്ഷിച്ച് സി എ ഡയറക്ഷൻ ആണ്, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എ അപേക്ഷിച്ച് സി എവിടെ? നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഡി എ അപേക്ഷിച്ച് എ നേരെ തിരിച്ച്, ഇൻ റെസ്പെക്ട് ടു ഡി വേർ ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? വേർ ഈസ് ദ പോയിന്റ് എ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? വേർ ഈസ് ദ പോയിന്റ് എ, അല്ലെങ്കിൽ വേർ ഇസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് ചോദിച്ചാൽ ഡി എ അപേക്ഷിച്ച് എവിടെ പറയും? അതെവിടാണ്? നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. ഡി എ വെച്ച് പറയുമ്പോൾ നമ്മൾ റെഫറൻസ് പോയിന്റ് ഏതെടുക്കുന്നു അതിനനുസരിച്ച് ഡി എ വെച്ച് പറയുമ്പോൾ എ എന്ന് പറയുന്നത് എവിടാണ്? നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ്. റെഫറൻസ് പോയിന്റ് മനസ്സിലായി? ഏത് പോയിന്റ് ആണോ അതിനെ നമ്മൾ സെൻട്രൽ പോയിന്റ് ആയിട്ട്, അല്ലെങ്കിൽ ആ പോയിന്റിന്റെ അപേക്ഷിച്ച് എവിടെ എന്ന് കൂട്ടും. മനസ്സിലായല്ലോ? ആ പോയിന്റിനെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഏത് ഡയറക്ഷനിലോട്ടൊന്ന് നോക്കും. അതിന്റെ മേളിലാണോ, അത് സൈഡിലാണോ, താഴെയാണോ, ഒരു ചരിവിലാണോ ഇരിക്കുന്നത്, ഇങ്ങനെ നോക്കി നമ്മൾ പറയും. ഓക്കെ ആണല്ലോ? അടുത്ത പറഞ്ഞപ്പോൾ കൺവേർജൻസ്. കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായ ഒരു സംഭവം. നമ്മൾ ഈ ലെൻസ് ഒക്കെ വെച്ചിട്ട് പല റേസും കൺവേർജ് ചെയ്യിക്കുന്നു എന്ന് പറയും. എന്താണ്? കൂട്ടിമുട്ടിക്കുന്നു. എവിടുന്നോ വരുന്ന രണ്ട് സാധനങ്ങളെ കൂട്ടിമുട്ടിക്കുന്നു. നമ്മൾ ഈ ലെൻസ് ഒക്കെ വെച്ച് ചെയ്യാറില്ലേ? നിങ്ങൾ ലെൻസ് വെച്ചിട്ട് തീ കത്തിക്കുക, അങ്ങനത്തെ പരിപാടി ചെയ്യില്ല. അതെന്താണ്? റേസിനെ കൂട്ടിമുട്ടിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ പോയിന്റിന്റെ കാര്യത്തിൽ പറയുന്നത്. കൺവേർജ് ചെയ്യിക്കുന്നു എന്ന് വെച്ചാൽ എവിടോ രണ്ടിടത്ത് നിൽക്കുന്ന രണ്ട് പേരെ ഒരേ പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. അതിനെയാണ് കൺവേർജൻസ് എന്ന് പറയുന്നത്. വെച്ചാൽ
ഒരു 100 മീറ്റർ അപ്പുറത്തേക്കുന്ന ഒരാൾ അല്ലെ ഒരു 20 മീറ്റർ അപ്പുറത്തേക്കുന്ന ഒരാൾ പല വഴി പോയിട്ട് എ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്തുകയാണെങ്കിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു 20 മീറ്റർ ഇപ്പുറത്ത് ബി എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹം പല വഴി പോയി എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എത്തുന്നു. ഒരേ പോയിന്റിലേക്ക് എത്തിച്ചേരുന്നോണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ കൺവേർജ് എന്ന് പറയുന്നത്. ഓക്കെ, കൺവേർജ് എന്ന് പറയുന്നത് എന്താണ്? ഒരേ ഇടത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ഈ കൺവേർജൻസ് വെച്ചിട്ട് ഈ കൺവേർജൻസ് വെച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, 2 people standing 100 meters away from each other. ആ 2 പീപ്പിളിനെ എ വെസ്റ്റ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 പീപ്പിളിനെ വരയ്ക്കുന്നത് എന്താണ്? നമ്മളൊരു ഡിസ്റ്റൻസ് വരച്ചു, ഒരു 100 മീറ്റർ ഡിസ്റ്റൻസ് ആയി. ടോട്ടൽ എന്ന് പറഞ്ഞാൽ 100 മീറ്റർ ആണ്. 100 മീറ്റർ ആണ്. അതിൻ്റെ അകത്ത് എ എന്ന് പറയുന്നത് വെസ്റ്റ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. എ വെസ്റ്റ് ഓഫ് ബി ആയി. ഓക്കെ, ഇനി നേരെ കാര്യങ്ങൾ. എ മൂവ് സ്ട്രൈറ്റ് 25 meters ഈസ്റ്റ്. എ എങ്ങോട്ട് പോകും? എയുടെ പോയിന്റ് എവിടെയാണ്? ഇവിടുന്ന് എ 25 മീറ്റർ ഈസ്റ്റിലേക്ക് സഞ്ചരിക്കുന്നു. ഓക്കെ, ഒരു 25 മീറ്റർ ഈസ്റ്റിലേക്ക് സഞ്ചരിക്കുന്നു. ഇതൊരു 25 മീറ്റർ ഈസ്റ്റിലാണെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് പറയുന്നു? ദെൻ ടേൺസ് ടു ഹിസ് ലെഫ്റ്റ്. ലെഫ്റ്റ് ടേൺ ചെയ്താൽ ഈസ്റ്റിലേക്ക് പോകുന്ന ഒരാൾ ലെഫ്റ്റ് ടേൺ ചെയ്താൽ എങ്ങോട്ടാവും? നോർത്തിലേക്കാവും അല്ലെ? അന്ന് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ടല്ലോ. ഈസ്റ്റിലേക്ക് പോകുന്ന ഒരാൾ ലെഫ്റ്റ് ടേൺ ചെയ്താൽ നേരെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ലെഫ്റ്റ് ടേൺ ചെയ്താൽ 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ്. അതെങ്ങോട്ട് പോകും? നോർത്തിനെ ഫേസ് ചെയ്യും. ആ നോർത്തിലേക്ക് എത്ര മീറ്റർ പോകും? 20 meters നോർത്തിലേക്ക് പോകും. അപ്പൊ ഇവിടുന്ന് എങ്ങോട്ട് പോകും? നേരെ നോർത്തിലേക്ക് ഒരു 20, ഇവിടുന്ന് എങ്ങോട്ട് പോകും? 20 meters നോർത്തിലേക്ക് പോകും. 20 meters. അത് കഴിഞ്ഞ് എന്താ പറഞ്ഞത്? ദെൻ ടേൺസ് ടു ഹിസ് റൈറ്റ്. നോർത്തിലേക്ക് പോകുന്ന ആൾ റൈറ്റിലേക്ക് ടേൺ ചെയ്യുകയെന്ന് വെച്ചാൽ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ചെയ്യുക. എങ്ങനെ? 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ചെയ്യുക. അപ്പൊ എങ്ങോട്ട് തിരിയും? റൈറ്റിലേക്ക് ഫേസ് ചെയ്യുന്ന വെച്ചാൽ ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് വീണ്ടും പോകും. ഓക്കെ അല്ലേ? ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് എത്ര പോകും? 15 meters, 15 മീറ്റർ പോകുന്നു. ദെൻ ടേക്സ് എ റൈറ്റ് ടേൺ. ഈസ്റ്റിലേക്ക് പോകുന്ന ഒരാൾ റൈറ്റ് ടേൺ എടുത്താൽ സൗത്തിലേക്ക് എത്ര മീറ്റർ? 20 meters. ആ പോയ 20 meters നേരെ അവിടുന്ന് തിരിച്ച് താഴേക്ക് വന്നു. എത്ര മീറ്റർ? 20 meters. 20 മീറ്റർ ട്രാവൽ ചെയ്തു വന്നു. ഓക്കെ, അപ്പൊ എ ഇപ്പൊ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? ഡിസ്റ്റൻസ് കുറച്ച് ട്രാവൽ ചെയ്തു. ഡിസ്പ്ലേസ്മെന്റ് എന്തോരം ഉണ്ട്? അല്ലെങ്കിൽ എയുടെ സ്പേസ് ചെയ്ത് കറക്റ്റ് ഇവിടം വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് നോക്ക്? 25 + 15. അത് എത്ര ആണ്? ഇത്രയെന്ന് പറഞ്ഞാൽ എത്ര ആണ്? 40 meters. 25 + 15 40 meters ആണ് ബി യുടെ അടുത്തേക്ക്. നമ്മൾ രണ്ടും ഒരു പോയിന്റിലേക്ക് വരുമെന്നല്ലേ പറഞ്ഞത്. ബി യുടെ അടുത്തേക്ക് എത്ര മീറ്റർ ഇപ്പൊ ട്രാവൽ ചെയ്തു? 20 മേളിലോട്ട് പോയി 20 താഴോട്ട് വന്നു. വല്ല പ്രയോജനം ഉണ്ടോ? ഇല്ല. അപ്പൊ 25 + 15 ആണ് ബി യുടെ അടുത്തേക്ക് പോയ ദൂരം അല്ലേ? കൺവേർട്ട് ചെയ്യുമ്പോൾ ബി യുടെ അടുത്തോട്ട് വേണ്ട പോയിന്റ് 40 meters ട്രാവൽ ചെയ്തു. ഇനി നമുക്ക് അപ്പുറത്ത് നോക്കാം. അടുത്തത് എന്താ പറയുക? അറ്റ് ദ സെയിം ടൈം ബി മൂവ്ഡ് ടുവേർഡ്സ് എ. ബി അല്ല, ടുവേർഡ്സ് വെസ്റ്റ് എന്ന് വെച്ചാൽ എയുടെ സൈഡിലേക്ക് ബി പോയി. എത്ര മീറ്റർ പോയി? 40 meters പോയി. ബി നിന്ന പോയിന്റിൽ നിന്ന് 40 മീറ്റർ എയുടെ അടുത്തേക്ക് വെസ്റ്റ് സൈഡിലേക്ക് ഒരു 40 മീറ്റർ പോയി. ഓക്കെ, ബി എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇവിടുന്ന് ഒരു എത്ര മീറ്റർ പോയി? ഒരു 40 meters പോയി. ഇവിടം വരെ ഒരു 40 meters. ടോട്ടല് ബി എത്ര സഞ്ചരിച്ചു? 40 meters സഞ്ചരിച്ചു. അപ്പം ക്വസ്റ്റ്യൻ എന്താണ്? നൗ ഹൗ ഫാർ എ ആൻഡ് ബി ഫ്രം ദ ഫൈനൽ പൊസിഷൻ. ഇവർ രണ്ടുപേരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഇവിടം വരെ വന്നപ്പോൾ 40. ബി ഇപ്പം നിൽക്കുന്ന പോയിന്റ് ഇവിടെയാണ്, എ ഇപ്പം നിൽക്കുന്ന പോയിന്റ് ഇവിടെയാണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര? ഇതല്ലേ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്? ഇതല്ലേ? ടോട്ടൽ എത്ര ആയിരുന്നു? ടോട്ടൽ 100 ആയിരുന്നു. എ എത്ര പോയി? 40 പോയി. ബി എത്ര പോയി? 40 പോയി. അപ്പോൾ ടോട്ടല് 80 പോയി. അപ്പോൾ ബാലൻസ് എത്രയാണ്? 20 meters ആണ് എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്ര? 20 meters. ഓക്കെ അല്ലേ? എന്താണ് കഥ പറഞ്ഞത്? എയും ബിയും 2 പോയിന്റ് അപ്പുറത്ത് 100 meters അപ്പുറത്ത് നിൽക്കുമായിരുന്നു. എ ആദ്യമേ ഈ സൈഡിലേക്ക് സഞ്ചരിച്ചു, പിന്നെ നോർത്തിലേക്ക് ഒരു 20 meter പോയി, പിന്നെ ഒരു 50 meter വീണ്ടും ഈസ്റ്റിലേക്ക് വന്നു, പിന്നെ ഒരു 20 meters സൗത്തിലേക്ക് വന്നു. ആ 20 meters നോർത്തിലേക്ക് പോയത് സൗത്തിലേക്ക് പോയതും ബിയുടെ അടുത്തേക്ക് വരുന്നില്ല, ജസ്റ്റ് പോയി വന്നു, ഒരു പ്രയോജനം ചെയ്തില്ല. അതിന് നമ്മളങ്ങ് ഒഴിവാക്കി. പിന്നെന്താണ്? എ ആദ്യമേ പോയ ഒരു 25 മീറ്ററും പിന്നെ ഒരു 50 മീറ്ററോട് കൂട്ടി 40 meter എ ആ ലൈനിൽ സഞ്ചരിച്ചു എന്നെടുത്ത് എയുടെ നിർത്തി. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ബിയുടെ സൈഡിലേക്ക് പോയി. ബി എന്ത് ചെയ്തു? ബി 40 meter ടുവേർഡ്സ് എയിലേക്ക് വന്നു. എയിലേക്ക് 40 meter സഞ്ചരിച്ചു വന്നു.
അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ രണ്ടും ഒരിടത്ത് നിർത്തി. അങ്ങനെ രണ്ടുപേരും ടോട്ടൽ എത്ര ട്രാവൽ ചെയ്തു? 40A ചെയ്തു, 40B ചെയ്തു. അപ്പോൾ ടോട്ടൽ 80 meters അവർ രണ്ടുപേരും ട്രാവൽ ചെയ്തു. ടോട്ടൽ 100 meter ആയിരുന്നു അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഫസ്റ്റ് 80 meter അവർ രണ്ടുപേരും സഞ്ചരിച്ചു. സോ ഇനി ബാലൻസ് എത്ര മീറ്റർ ഉണ്ട്? 20 meters. 100 - 80 20 meters. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായല്ലോ? മനസ്സിലാക്കി പോവാ. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയി നമുക്കുണ്ട്. നമുക്ക് അടുത്ത ഓർമ്മയോട് നോക്കാം. ഇപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞല്ലോ റേയുടെ കാര്യമൊക്കെ പറഞ്ഞ് 2 പേര് പലയിടത്തുനിന്ന് വരുന്നു, നമ്മൾ കൂട്ടിമുട്ടുന്നു. ഇനി എന്താണ്? ഡൈവേഴ്സ്. ഒരിടത്ത് നിൽക്കുന്ന 2 പേര് 2 വഴിക്ക് പോകുന്നു. ഓക്കെ അല്ലേ? ഒരിടത്ത് നിൽക്കുന്ന 2 പേരാണ്, ഒരേ അടുത്തുള്ള 2 പേര് 2 വഴിക്ക് പോകുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം. 2 colleagues A and B went to a theater and a shopping mall from their office. 2 കൊളീഗ് അല്ലേ, ഫ്രണ്ട്സ് അല്ല, കൊളീഗ്സ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ അവരുടെ ഓഫീസ് ഒന്നല്ലേ? അവരുടെ ഓഫീസല്ല, 2 ഓഫീസിൽ നിന്നൊന്നും വരച്ചു നോക്കില്ല. 2 കൊളീഗ്സ് എന്ന് പറയുമ്പോൾ ഓർക്കണം, ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന 2 പേർ. സോ അവർ ഒരേ പോയിന്റിൽ നിന്ന് 2 അടുത്തേക്ക് പോകുന്നു. ഒരാൾ എങ്ങോട്ട് പോകുന്നു? തിയേറ്ററിലേക്ക് പോകുന്നു. അടുത്തൊരാൾ എങ്ങോട്ട് പോകുന്നു? ഷോപ്പിംഗ് മാളിലേക്ക് പോകുന്നു. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമേ ഒരു പോയിന്റിനെ, നമുക്ക് ഓഫീസ് എന്ന് പറയുന്നൊരു പോയിന്റിനെ വെക്കാം. O എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. ഇവിടെ ഒരു പോയിന്റ് ആണ്. ഇവിടെ നിന്നാണ് Aയും Bയും ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് A നോക്കാം. A വാക്സ് 7 meters വെസ്റ്റ്. A എങ്ങോട്ട് പോകുന്നു? 7 meter പോകുന്നു. A സൈഡിലേക്ക് പോകുന്നു, വെസ്റ്റിലേക്ക് പോകുന്നു. 7 meter പോയി, A സൈഡിലേക്ക്, വെസ്റ്റിലേക്ക് പോയി. ദെൻ ടേൺസ് ലെഫ്റ്റ്. വെസ്റ്റിലേക്ക് പോകുന്ന ഒരാൾ ലെഫ്റ്റിലേക്ക് ലെഫ്റ്റ് തിരിയെന്ന് വെച്ചാൽ 90 degree ആന്റി ക്ലോക്ക് വൈസ്. വെസ്റ്റിലേക്ക് പോകുന്ന ഒരാൾ ലെഫ്റ്റിലേക്ക് തിരിയെന്ന് വെച്ചാൽ സൗത്തിലേക്ക് എന്ന് വെച്ചാൽ 90 degree ആന്റി ക്ലോക്ക് വൈസ് തിരിയുന്നു. ഓക്കെ, സൗത്തിലേക്ക് സഞ്ചരിക്കുന്നു. എത്ര മീറ്റർ? 8 meters സൗത്തിലേക്ക് വരുന്നു. 8 meters സൗത്തിലേക്ക് വരുന്നു. ഇവിടാണ് ഇപ്പം എയുടെ ഫൈനൽ പോയിന്റ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് അടുത്തത്? ബി വാക്സ് 9 meters ഈസ്റ്റിലേക്ക് പോകുന്നു. എവിടുന്നാണ് പോകുന്നത്? നമ്മുടെ O എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് പോകുന്നത്. എങ്ങോട്ട് പോകുന്നു? ഈസ്റ്റിലേക്ക് പോകുന്നു. എത്ര മീറ്റർ? 9 meters ഈസ്റ്റിലേക്ക് പോകുന്നു. 9 meters ഈസ്റ്റിലേക്ക് പോകുന്നു. അവിടുന്ന് എന്താണ്? ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 4 meter. എന്ത് ചെയ്യുന്നു? ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് 4 meter വാക്ക് ചെയ്യുന്നു. നമ്മൾ ഈസ്റ്റിലേക്ക് പോകുന്ന ഒരാളല്ലേ, ഈസ്റ്റിലേക്ക് പോകുന്ന ഒരാൾ ലെഫ്റ്റിലേക്ക് തിരിയാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ 90 degree തിരിയും. എങ്ങനെ? ആന്റി ക്ലോക്ക് വൈസ് തിരിയും അല്ലേ? ഈസ്റ്റിലേക്ക് പോകുന്ന ഒരാള് ലെഫ്റ്റിലേക്ക് തിരിയെന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഈസ്റ്റിലേക്ക് പോകുന്ന വെച്ചു, ഞാൻ ലെഫ്റ്റിലേക്ക് തിരിയാന്ന് വെച്ചാൽ 90 degree എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് ആന്റി ക്ലോക്ക് വൈസിൽ തിരിയുന്നു. 90 degree ആന്റി ക്ലോക്ക് വൈസിൽ തിരിയുമ്പോൾ എങ്ങോട്ട് ഫേസ് ചെയ്യും? നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്നു. നോർത്തിലേക്ക് ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ? 4 meters നോർത്തിലേക്ക് പോകുന്നു. 4 meters നോർത്തിലേക്ക് പോകുന്നു. ഇനി എന്താണ് ചോദ്യം വന്നേക്കുന്നത്? വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ ഫൈനൽ പോയിന്റ്? അവരുടെ രണ്ടിൻ്റെയും ഫൈനൽ പോയിന്റ് നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, നമ്മൾ ഈ ബിയുടെ ഫൈനൽ പോയിന്റ് ബി എന്ന് തന്നെ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണണമെങ്കിൽ എന്താണ്? A to B കാണണം അല്ലേ? ഇത് കണ്ടാൽ പോരെ? A to B കാണണം. അതിനെന്താ? നമ്മൾ പണ്ടൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചു പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചിട്ടുണ്ട് അല്ലേ? പൈതഗോറസ് തിയറം സംഭവം എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ ആണ്. ഇങ്ങനൊരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ പണ്ട് നമ്മൾ പഠിച്ചത്. നമുക്ക് ഓർമ്മയില്ലാത്തവർക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇത് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. ഇതിനെ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ താഴോട്ടും ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇവിടെ ഒരു 90 degree ഒരു ഇത് ഫോം ചെയ്തല്ലോ. 90 degree അല്ലേ? ഇതിനെ നമ്മൾ C എന്ന് പറയുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് കഥ. നമുക്ക് കാണുന്ന ഡിസ്റ്റൻസ് എന്തുവാ? A to B. ഇപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണല്ലോ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് A to B അല്ലേ? ആ റൈറ്റ് ആംഗിളിന്റെ നേരെ 90 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് വരുന്നതിനാണ് ഹൈപ്പോട്ടന്യൂസ് പറയുന്നത്. ഹൈപ്പോട്ടന്യൂസ് ആണ് AB. അതല്ലേ നമ്മൾ കാണേണ്ടത്. അതപ്പോൾ നമ്മൾ പറയുന്നത് വെച്ച് AB നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ. ഈ പെർപെൻഡിക്കുലർ സ്ക്വയർ എന്നോ അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നോ ഒക്കെ പറയും.
പെർപെൻഡിക്കുലർ സ്ക്വയർ അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയും. അത് ഓരോരുത്തടുത്ത് മാറി മാറി വരും. സംഭവം എല്ലാം ഒന്നും ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിന്റെ ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ആദ്യത്തെ എച്ച് എന്താണ്, ഹൈപ്പോട്ടന്യൂസ്, എച്ച് വൈ എന്നിട്ടോ ഹൈപ്പോട്ടന്യൂസ്. നമ്മുടെ ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്, എ ബി ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നത്, എ ബി സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ എത്ര, ബേസ് എന്താണ് എ സി സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ ഹൈറ്റ് എത്രയാണ് ബി സി സ്ക്വയർ അല്ലേ. ഇവിടെ നോക്കിക്കേ, എ സി എന്ന് പറയുന്ന സാധനം നമുക്ക് തന്നിട്ടുണ്ടോ, ഇവിടെ ഒരു 7 മീറ്റേഴ്സ് നോക്കിക്കേ, ഇവിടെ ഒരു 7 മീറ്റേഴ്സും ഇവിടെ ഒരു 9 മീറ്റേഴ്സും. അപ്പൊ ടോട്ടൽ എത്രയാണ്, ഇത് ഏതാണ് എ ടു സി, ഇത് പാരലല്ലേ. 7 + 9 60 മീറ്റേഴ്സ്, 7 + 9 60 മീറ്റേഴ്സ് ആണ് അത് തന്നിരിക്കുന്നത്. അതോടൊപ്പം അപ്പുറത്തെ സൈഡ് നോക്കിക്കേ, നമുക്ക് ഇനി ബി സി കണ്ടുപിടിക്കണ്ടേ. ബി സിക്ക് ഇവിടെ ഒരു 8 മീറ്റേഴ്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ ഒരു 8 മീറ്റേഴ്സും ഇവിടെ ഒരു 4 മീറ്റേഴ്സും. അത് പാരല്ലേ. അപ്പം 8 + 4 12 മീറ്റേഴ്സ് അല്ലേ, 8 × 4 12 മീറ്റർ അല്ലേ. അപ്പൊ നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ചെയ്യാം, എന്താണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു 16 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. എത്രയാണ് 16 സ്ക്വയർ, 256 പ്ലസ് 144 അല്ലേ. 250 + 6 + 144 എത്രയാണ് 400. 256 + 100 356 + 4 360 360 + 40 400. ഇങ്ങനെ കൂട്ടി പോകണം, എഴുതി കൂട്ടാൻ നിൽക്കില്ല. 256 + 100 356 356 + 4 360 360 + 40 400. അപ്പൊ നമ്മൾ എന്താണ് പറയുന്നത്, എ ബി ആണോ പറയുന്നത്, അല്ല, എ ബി സ്ക്വയർ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അല്ലായിരുന്നോ. എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് 400. അപ്പം എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എ ബി എന്ന് പറഞ്ഞാൽ എന്താണ് √400. √400 എന്ന് പറഞ്ഞാൽ എത്രയാണ് 20. കിട്ടിയോ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടിയോ. എന്താണെന്ന് ഒന്നുകൂടെ പറയുന്നത്, നമ്മൾ 2 വര വരച്ചു, അത് കഴിഞ്ഞിട്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണോ പറഞ്ഞു. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വെച്ചാൽ ഇത്രയും ട്രാവൽ ചെയ്യണോ, എയ്ക്കും ബിക്കും കണ്ടുപിടിക്കുക ഏറ്റവും എളുപ്പ വഴി ഏതാണെന്ന് നോക്കും. നാളെ എയിൽ നിന്ന് നേരെ ഒരു വര ഡയഗണലിൽ നേരെ ബിയിലേക്ക് പോകും. നമുക്കത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് പണ്ട് പഠിച്ച ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മൾ ഫോം ചെയ്തെടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇക്വേഷൻ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ, അങ്ങനെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യുന്നു. അതാണ് ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷൻ. അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എ ബി കിട്ടും. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഏത് വരുന്നു, അതാണ് ഹൈപ്പോട്ടന്യൂസ്, അത് എ ബി ആണ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ താഴെ വരുന്ന ബേസ് എന്ന് പറയുന്നത് താഴ്ഭാഗം, അതേതാണ് എ സി സ്ക്വയർ പ്ലസ് ഹൈറ്റ് ബി സി സ്ക്വയർ. ഹൈറ്റ് അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് അല്ലെ പെർപെൻഡിക്കുലർ എന്ന് പറയും. അതിന്റെ അതേതാണ് എ ബി സി സ്ക്വയർ. നമ്മൾ 2 സൈഡ് പാലിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എ സി എന്ന് പറഞ്ഞാൽ 16ഉം അതുപോലെ തന്നെ ബി സി എന്ന് വെച്ചാൽ 12ഉം കിട്ടും. അപ്പോൾ നമ്മൾ 16 സ്ക്വയർ 256 + 12 സ്ക്വയർ 144. അപ്പം എ ബി എന്ന് പറയുന്നത് എന്താണ്, എ ബി അല്ല, എ ബിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു 256 + 144, അത് 400 അത് കിട്ടി. അപ്പൊ എ ബി എന്താണ് √400. 400ന്റെ റൂട്ട് ഏതാ 20 20 × 20 അല്ലേ 400. √420 എന്ന് കിട്ടി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും ടൈപ്പുകൾ നിങ്ങൾ പഠിക്കുക, ഇത് മനസ്സിലാക്കി നല്ല വൃത്തിക്ക് മനസ്സിലാക്കി വെക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് 2-3 ടൈപ്പ് കൂടെ അടുത്ത വീഡിയോയ്ക്കകത്ത്, അടുത്ത ദിവസം തന്നെ അടുത്ത വീഡിയോ വരും, അടുത്ത വീഡിയോയ്ക്കകത്ത് 2-3 ടൈപ്പ് കൂടെ പഠിക്കും. എന്നിട്ട് നമ്മൾ അതേ വീഡിയോയ്ക്കകത്ത് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ, നമുക്ക് എക്സാമിന് എങ്ങനെയാണോ വരുന്നത് സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻസ് കമ്പൈൻ ചെയ്തിട്ടുള്ള പാറ്റേൺ ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് പഠിക്കും. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക, എല്ലാ പാർട്ടും എന്താണെന്ന് കാണുക. അല്ലെങ്കിൽ കമ്പൈൻഡ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകും, ഏതാണ് ആ ടൈപ്പ് അറിയത്തില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് 3-4 ടൈപ്പൊക്കെ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. കോഡഡ് ഒക്കെ ആയിട്ട് വെച്ച് ചോദിക്കും. അപ്പം നമുക്കിതെല്ലാം അറിയത്തില്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ ടൈപ്പും വൃത്തിക്ക് നോക്കി പോവുക. കേട്ടല്ലോ? ഓക്കെ, അപ്പം താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.